പി വി അൻവർ MLA സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിച്ചു എന്ന വാർത്തയും വരുന്നു. മമതാ ബാനർജിയാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. മമതാ ബാനർജിയുടെ തീരുമാനപ്രകാരമാണ് താൻ MLA സ്ഥാനം രാജിവെക്കുന്നത് എന്നത് പി വി അൻവർ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഇപ്പോൾ ഈ ഉത്തരവിലുള്ളത്? അനുജ, PV അൻവർ തിരുവനന്തപുരത്തെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസ് PV അൻവറിനെ കേരളത്തിന്റെ ചുമതലയുള്ള കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ മമതാ ബാനർജിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ നിയമനം എന്നുമാണ് TMCയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ 2011 കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരുന്നുവെങ്കിലും അത് വിജയം കണ്ടിരുന്നില്ല. എന്നാൽ PV അൻവറിലൂടെ അത് വീണ്ടും ഒരു ശ്രമത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് അതേസമയം അൻവറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബംഗാളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് എതിർചേരികളിൽ എന്നും അതോടൊപ്പം തന്നെ UDF-നോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് തന്റെ പദ്ധതി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെത്തി ഈ പാർട്ടിയെ വളർത്തുന്നതിനാവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകും. മമതാ ബാനർജി തന്നെ കേരളത്തിൽ എത്തിയേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കൾ മഹുവ മൊയ്ത്ര അടക്കമുള്ള ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ എത്തുകയും സംഘടനാ തലത്തിൽ പാർട്ടിയെ രൂപീകരിച്ച് ശക്തിപ്പെടുത്താൻ ആവശ്യമായുള്ള UDF-മായുള്ള അദ്ദേഹത്തിന്റെ അസോസിയേഷന് കുഴപ്പമില്ല എന്ന് തന്നെയാണോ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ ഒക്കെ നിലപാട്? അദ്ദേഹം അങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അനുജ, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വേരുറപ്പിക്കാൻ ശ്രമിക്കുക, ഒരു ദേശീയ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ വളർത്തുക എന്നതിനാവശ്യമായ ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. ഗോവ തിരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പാർട്ടിയെ വളർത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി തന്നെ ഗോവയിൽ മത്സരിച്ചിരുന്നു. എന്നാൽ അത് പ്രതീക്ഷിച്ചത്ര ഗുണം ചെയ്തിട്ടില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നും PV അൻവർ പാർട്ടിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം തൃണമൂലിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഫോർമുല എന്നുള്ളത് മറ്റ് പാർട്ടികളിൽ നിന്നും അതൃപ്തരായ നിരവധി പേർ വരും ദിവസങ്ങളിൽ തന്നോടൊപ്പം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് കോൺഗ്രസിൽ നിന്നും ഇടതു പാർട്ടികളിൽ നിന്നും BJP-യിൽ നിന്ന് അടക്കമുള്ള നേതാക്കൾ തൃണമൂലിലേക്ക് എത്തും എന്നും ഇടതുപക്ഷത്തിനെതിരെ ഒരു ശക്തിയായി കേരളത്തിലും തൃണമൂൽ കോൺഗ്രസിനെ മാറ്റാൻ കഴിയും എന്നുമാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരെ ഒരു ശക്തിയായി കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ മാറ്റാം എന്നുള്ളൊരു ഉറപ്പ് PV അൻവർ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്.